ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ കസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. റബ്ബി ശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പലപ്പോഴായി നമുക്കൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണം, അത് രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ദുനിയാവിലെ ചില പരീക്ഷണങ്ങളോ അല്ല എന്ന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തുകയുണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കഠിനമായൊരു പരീക്ഷണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സത്യം മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ സത്യത്തിനനുസരിച്ച് ജീവിക്കാനും സാധിക്കാതാവുക, ആ സത്യത്തോട് ചേർന്നു നിൽക്കാനുള്ള ഒരു മനസ്സില്ലാണ്ടാവുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണം. കാരണം ഇന്ന് പൊതുവെ മനുഷ്യരുടെ കൂട്ടത്തിൽ 3 വിഭാഗം ആളുകളാ ഉണ്ടാവുക. ഒരു കൂട്ടർ, എന്ത് കേട്ടാലും ഞാൻ നന്നാവില്ല, എനിക്കങ്ങനെ നന്നാവണമെന്ന് വലിയ ആഗ്രഹമല്ല, ഞാൻ എന്ത് കണ്ടാലും പ്രത്യേകിച്ച് മനസ്സിന് എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകൾ. അപ്രതീക്ഷിതമായ മരണങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ കൺമുൻപിൽ അമ്പരപ്പിക്കുന്ന എന്ത് കണ്ടാലും പ്രത്യേകിച്ച് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തൊരു കൂട്ടർ, നന്നാവണമെന്ന് വലിയ ആഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം, അള്ളാഹുവിന്റെ മതത്തിനനുസരിച്ച് മുൻപോട്ട് പോകണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ചെവിയിലൂടെ കേട്ട് എന്തൊക്കെയോ ചിന്തിച്ച് നന്നാവണം എന്നുള്ള പൂതിയൊക്കെ മനസ്സിലുണ്ടെങ്കിലും പുറത്തേക്കിറങ്ങുമ്പോ പഴയ സ്വഭാവത്തിൽ തന്നെ. ഇന്ന് പലരും പറയുന്നൊരു സങ്കടം അതാണല്ലോ, നന്നാവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തോ പിന്നെയും ശൈത്താന്റെ പിന്നാലെ തന്നെ പോകുന്നു.
ഇതാണ് രണ്ടാമത്തൊരു കൂട്ടർ. മൂന്നാമത്തൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം എന്ത് കേട്ടാലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ വാക്ക് എന്നോടാണ്, എന്റെ കബർ നന്നാവാനാണ്, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് എന്ന ചിന്തയോടുകൂടി കേൾക്കുന്ന ദീനീപരമായ ഏത് നല്ല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ആളുകൾ. ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടു പേരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഉപദേശങ്ങൾ ഉപകാരപ്പെടാത്തവർ ഈ ലോകത്ത് കഠിനമായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാ, പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാ. അവരെപ്പറ്റി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സുമ്മ കസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക. നബിയെ എന്ത് ഭയപ്പെടുത്തുന്നത് അവർ കണ്ടാലും കേട്ടാലും, എത്രയേറെ വയലുകൾ അവർ കേട്ടാലും ജുമുഅക്ക് അവർ വന്നാലും, സുമ്മ കസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക, അവരുടെ മനസ്സ് വല്ലാതെ കടുത്തു പോയിട്ടുണ്ട് നബിയെ. ഏതുപോലെ? ഫഹിയക്കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ, ഒരു ഉറച്ച പാറക്കല്ലിനെ പോലെ അതിനേക്കാൾ കടുത്ത രീതിയിൽ അവരെ മനസ്സുകൾ കടുത്തുപോയിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പലതും അവരെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറണം എന്നാഗ്രഹിച്ചാലും നടക്കില്ല. കാരണം അവരുടെ മനസ്സിന്റെ മേലെ പടച്ച റബ്ബ് ചില മൂടികൾ വെച്ചിട്ടുണ്ട്. ആ മൂടി മാറ്റാത്ത കാലത്തോളം അവർക്ക് അല്ലാഹുവിന്റെ വാക്കുകൾ ഉപകാരപ്പെടുകയില്ല. മദീന പള്ളിയിൽ ഇരിക്കുന്ന സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തുകൊണ്ടാണ് ഇത്രയേറെ കേട്ടിട്ടും ഞങ്ങൾക്ക് മാറ്റമുണ്ടാകാത്തത്? ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾ കേട്ടിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല നബിയെ, അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ 4 കാരണം സൂചിപ്പിച്ചു. ആ 4 കാരണം ആരുടെ ജീവിതത്തിലുണ്ടോ അവൻ എത്ര ഉപദേശം കേട്ടാലും മാറ്റമുണ്ടാവുകയില്ല, അവന് ജീവിതത്തിൽ പടച്ചോ മാറ്റം കൊടുക്കുകയില്ല. ഒന്നാമതായി നബി തങ്ങൾ എണ്ണി അവന്റെ ജീവിതത്തിൽ അവനത് ഉണ്ടാവാനുള്ള കാരണം നിരന്തരം പാപങ്ങൾ ചെയ്യുക. ചെയ്യുന്നത് പാപമാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് ആ പാപം ചെയ്യുക, ആ പാപം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടത് ചെയ്യാത്തവരോടും ചെയ്യുന്നവരോടും മതപരമായ കാര്യം ഇങ്ങനെയാണ് എന്ന് കേട്ടാലും അവൻ ചോദിക്കും, ആരാ ഇത് ചെയ്യാത്ത? ആരാപ്പ പലിശ ഇടപാടിൽ നടത്താത്ത? ആരാപ്പ ലോൺ എടുക്കാണ്ടൊരു വീട് വാങ്ങിയ? ആരാപ്പ ലോണില്ലാണ്ടൊരു വാഹനം വാങ്ങിയ? ഇങ്ങനെ ചെയ്യുന്ന പാപങ്ങളെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ആ പാപത്തെ അവന്റെ ജീവിതത്തിൽ അവനൊരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന വ്യക്തികൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആദമിന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്യും. ആ തെറ്റ് ചെയ്യുന്നതോടുകൂടി അവന്റെ മനസ്സിൽ പടച്ച റബ്ബ് ഒരു കറുത്ത മുദ്ര വെക്കും, ഒരു കറുത്ത പുള്ളി. നാളെ പരലോകത്ത് റബ്ബ് അവന്റെ ഹൃദയത്തെ പരിഗണിക്കുമ്പോ അവന്റെ ആ കറുത്ത പുള്ളി അവിടെയുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ കറുത്ത പുള്ളി അവിടെ അവന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയം ഒരിക്കലും അവനെ സ്വർഗത്തിലെത്തിക്കുകയില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കറുത്ത പുള്ളി മനസ്സിന്ന് മാഞ്ഞു പോകാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ ആവർത്തിച്ചു, ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കുക, ആ കറുത്ത പുള്ളി മയക്കപ്പെടാനുള്ള നന്മകൾ നിങ്ങൾ അധികരിപ്പിക്കുക. ഇതായിരുന്നു ലോകത്തിന്റെ നബിത്തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും, നബിയെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് അബദ്ധം പറ്റിപ്പോയേക്കാം. ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളെ കൊണ്ട് അവർ തെറ്റ് ചെയ്തു പോയേക്കാം. ആ തെറ്റ് ഞാൻ അവർക്ക് പൊറുക്കും. പക്ഷെ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവർ ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അതിനർത്ഥം അവരുടെ മനസ്സിന്റെ മേലെ അല്ലാഹു ഒരു മൂടുപടം ഇട്ടിട്ടുണ്ട് എന്ന. നമ്മുടെ ജീവിതത്തിൽ മാറണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഉപദേശങ്ങളും ഖുർആനുകളും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിരന്തരം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് പലിശയായാലും മോശപ്പെട്ട വർത്താനങ്ങളാണെങ്കിലും പരദൂഷണമാണെങ്കിലും മറ്റൊരുത്തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന കാപട്യത്തിന്റെ ചിരിയാണെങ്കിൽ പോലും ആ പാപം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയം കീഴടക്കും. രണ്ടാമതായി നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ദീനിലേക്ക് അവന്റെ മനസ്സ് ചേരാതിരിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ നിന്നും അകലം പാലിക്കുക, അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി യാതൊരുവിധ ചിന്തയും ഉണ്ടാകാതിരിക്കുക.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നേരം വെളുത്തിട്ട് ഈ സെക്കൻഡ് വരെ നമ്മളിൽ എത്ര പേർ പടച്ചോന്റെ ഖുർആനിനെ പറ്റി ആലോചിച്ചു? സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ വെള്ളിയാഴ്ച ഓതിയാൽ ആ സമയത്ത് കൊണ്ട് നിങ്ങൾക്കിടെ സർവ്വ പാപങ്ങളും റബ്ബ് പൊറുക്കപ്പെടും എന്നൊക്കെ ആവർത്തിക്കപ്പെട്ടിട്ടും, മൊബൈലുകളിൽ ഫോൺ ഉണ്ടായിട്ടും, തന്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചെറിയ ഖുർആൻ കരുതാൻ പറ്റുമായിരുന്നിട്ടും, ഒരു ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും അള്ളാഹുവിന്റെ സൂറത്തുൽ കഹ്ഫിലെ ഒരാദ്യത്തെ 20 ആയത്തെങ്കിലും ഓതാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും അകലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം അള്ളാഹുവിന്റെ ഖുർആനാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവനാണോ അവൻ ഖുർആനിനെ പരിഗണിക്കുന്നതോടുകൂടി അവന്റെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം കാണും. അത് റബ്ബിന്റെ വാക്ക. അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ അർത്ഥസഹിതം ഒന്ന് അതിന്റെ പരിഭാഷ നോക്കി ഒരു 10 ആയത്തോതുമ്പോൾ കിട്ടുന്ന ഒരു മനഃശാന്തിയുണ്ട്, വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ നിരന്തരം റബ്ബിന്റെ ഖുർആനിനെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിന്റെ റബ്ബ് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. നിങ്ങൾക്ക് പകരം ഈ ഖുർആനിനെ ഞാനൊരു പർവ്വതത്തിന്റെ മുകളിലേക്കായിരുന്നു ഇറക്കിക്കൊടുത്തതെങ്കിൽ ആ ഖുർആനിനെ കുറിച്ചുള്ള ചിന്തകളിൽ ആ പർവ്വതങ്ങൾ ഭയവിഹ്വലനാവുകയും ആ പർവ്വതങ്ങൾ പൊട്ടിപ്പളരുന്നതും നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നമ്മൾ എന്നകലം പാലിക്കുന്നോ അതോടുകൂടി മനസ്സിന്റെ മേലെ പടച്ച റബ്ബ് ഒരു മൂടുപടമിട്ട് കളയും. ഹൃദയത്തിന്റെ ശാന്തതയും മനസ്സിന്റെ സമാധാനവും ആ റബ്ബിന്റെ അരികിൽ നിന്നാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, സഹാബാക്കളിൽ ചിലർ റസൂലുള്ളാന്റെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ, കുടുംബത്തിൽ ഒരു സമാധാനമല്ല, സാമ്പത്തികമായിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ജനങ്ങളും കുടുംബമൊക്കെ ഞങ്ങൾ വെറുക്കുകയാണ് നബിയെ, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ, വീട്ടിലൊരു മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എന്താ നബിയെ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം വീട്ടിൽ വെച്ച് പാരായണം നടത്താറുണ്ടോ? കൈമലർത്തിയിട്ട് സഹാബത്ത് പറഞ്ഞു, ബല, ഇല്ല നബിയെ. നബി തങ്ങൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു, ഏത് വീട്ടിൽ വെച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം പാരായണം നടത്തുന്നുവോ ആ വീട്ടിൽ അവന്റെ എല്ലാ രംഗത്തും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയറിക്കൂടിയ പിശാചുക്കൾ കീഴ്വായിട്ടുകൊണ്ട് ആ ഖുർആനിക ആയത്തുകൾ കേൾക്കാത്തത്ര ദൂരത്തേക്ക് ആ വീട്ടിൽ നിന്നും ഓടിക്കളയും. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് ആ കുടുംബം സമാധാനമാകാൻ, വീട്ടിൽ സ്വസ്ഥതയുണ്ടാകാൻ, എല്ലാ രംഗത്തും ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ ആ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു തുടങ്ങുന്നതോടുകൂടി അള്ളാഹു നമ്മിൽ നിന്നും അകന്നു കളയുമെന്ന് ഹബീബായ നബി തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര വയലുകൾ കേട്ടിട്ടും ഖുർആൻ ക്ലാസ് കേട്ടിട്ടും മാറ്റമുണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണത വെള്ളിയാഴ്ച മാത്രം കേൾക്കുന്നതല്ല ഖുർആനിക അധ്യാപനങ്ങൾ. ഓരോ ദിവസവും നേരം വെളുക്കുമ്പം വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം നടത്തുന്നുണ്ടോ ആ വീട് പിശാചിൽ നിന്ന് മുക്തമാകും, പടച്ചോന്റെ ബർക്കത്തിറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മൂന്നാമതായ കാരണം, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തിയുണ്ടെങ്കിൽ പടച്ചോന്റെ ഉപദേശം നമുക്ക് ഉപകാരപ്പെടുകയില്ല. എന്ത് കേട്ടാലും ദുനിയാവിനോട് നമുക്ക് വലിയ മഹബത്തുണ്ടെങ്കിൽ ആ മാറ്റം നമ്മളെ ജീവിതത്തിൽ പടച്ചോൻ നമുക്ക് നൽകുകയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മത്സരിച്ചോടുകയാ മനുഷ്യരോരോരുത്തരും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ബാങ്കുകളുമായി ഇടപെട്ട് സാമ്പത്തികമായ പ്രയാസത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? എന്തുകൊണ്ടാ പലരുടെയും ആധാരം ബാങ്കിൽ പണയപ്പെടാനുള്ള കാരണം? എന്തുകൊണ്ടാ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ മാനസിക പ്രയാസത്തിൽ എത്തിപ്പെടാനുള്ള കാരണം? മത്സരിക്കുകയാ, ആളുകളോട് ജയിക്കാൻ, മറ്റുള്ളവന്റെ മുൻപിൽ ഞാൻ വലിയ വിജയമാണെന്ന് ബോധ്യപ്പെടുത്താൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ ദുനിയാവിൽ എത്ര പവറിൽ ജീവിക്കാമെന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പലരും തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും പറയാറില്ലേ, രാജാവായിട്ട് ജനിച്ചു, ഇപ്പൊ രാജാവായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഇനി രാജാവായിട്ട് മരിക്കണം. ചില ആളുകൾ ആപ്തവാക്യം കടമെടുത്തിട്ട് പറയും, ആന മെലിഞ്ഞാലും തൊയ്ത്ത് കെട്ടാൻ പറ്റുമോ?
കുടുംബത്തിന്റെയും തറവാടിന്റെയും പവർ അനുസരിച്ച് ജീവിക്കണ്ടേ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയപ്പോ ഇസ്ലാം ഹറാമാക്കിയ പലതും അവർക്ക് ഹലാലായി. ജനങ്ങളെ കാണിക്കാൻ, മറ്റുള്ളവരെ മുൻപിൽ ബോധ്യപ്പെടുത്താൻ, ഈഗോ കൊണ്ടും പത്രാസ് കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും അഹങ്കാരം കൊണ്ടും പടച്ച റബ്ബിന്റെ ദുനിയാവിനെ വെട്ടിപ്പിടിക്കാനുള്ള മത്സരോട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വാക്കുകളൊന്നും നമ്മളെ ഹൃദയത്തിലേക്ക് കയറുന്നില്ല. മഹാനായ നബി തങ്ങൾ പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, നാളെ അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങളേറെ അപമാനിക്കപ്പെടുന്നത് ദുനിയാവിന്റെ പേരിലായിരിക്കും. ഈ ദുനിയാവിനെ പടച്ച റബ്ബ് പ്രയോഗിച്ചത് പോലും പറുദീസ എന്നല്ല, ഇല്ലൽ മതാഉൽ ഗുറൂർ. ഇതൊരു വഞ്ചനയുടെ ലോകമാ മനുഷ്യരെ. ഈ ലോകത്ത് നിങ്ങളെ സമ്പാദ്യങ്ങൾ നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ സൗകര്യങ്ങൾ നിങ്ങളെ വഞ്ചിക്കും. ആ വഞ്ചന നിങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി ആദ്യമുണ്ടാകുന്ന ലക്ഷണം അള്ളാഹുവിന്റെ വാക്കുകളെ നമ്മൾ അങ്ങ് തള്ളിക്കളയും. അതിപ്പോഴത്തെ കാലത്ത് നടക്കൂല, ഈ കാലത്ത് പതെങ്ങനെയാ നടക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് അവരെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കും. ഈ ദുനിയാവിനെ പറ്റി അള്ളാഹുവിന്റെ നബിത്തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തി, എന്ന് ദുനിയാവ് നിങ്ങളെ മോഹിപ്പിക്കുന്നുണ്ടോ അന്ന് മുതൽ നിങ്ങളെ സർവ്വ സമ്പത്തിനും പടച്ചോൻ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയും. ഈ ദുനിയാവ് എന്ന് നിങ്ങളുടെ ലക്ഷ്യമായി മാറുന്നോ അന്ന് മുതൽ ഉണ്ടാക്കുന്ന സമ്പത്തുകളിൽ അള്ളാഹു ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയും. ഈ ആഖിറത്ത് ദുനിയാവിനെ നമ്മൾ കാണേണ്ടത് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അമ്മ പഴം ഭക്ഷിക്കുകയും സ്വർഗത്തിൽ നിന്ന് പടച്ചോൻ പുറത്താക്കിയിട്ട് പറഞ്ഞു, ആദമേ, ഇനി ആ സ്വർഗത്ത് കയറണമെങ്കിൽ നീ ദുനിയാവ് പോയി കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വരണം. ആദം നബിക്ക് ശേഷം വന്ന മക്കളാ നമ്മൾ. ദുനിയാവിൽ സ്ഥിരതാമസത്തിന് വന്നവരല്ല, ഇവിടെ നേടാനോ സമ്പാദിക്കാനോ വന്നവരല്ല. ആദം നബി കയറിയ സ്വർഗത്തിൽ കയറാൻ ഒരു കൃഷിയിടമായിക്കൊണ്ട് അധ്വാനിക്കാനാണ് ഈ ലോകത്തേക്ക് വന്നതെങ്കിൽ അത്രേ നമ്മൾ ദുനിയാവിന് വില കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഷാമിൽ നിന്നും വലിയൊരു റോമൻ സൈന്യം മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലുള്ള തെരുവുകളിലൂടെ ഒക്കെ അവർ സഞ്ചരിച്ചു. അത്ഭുതത്തോടെ മദീനക്കാര് ചോദിച്ചു, നിങ്ങൾ എന്താ തിരയുന്നത്? റോമക്കാര് തിരിച്ചു പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരം ഞങ്ങൾക്കൊന്ന് കാണണം, അദ്ദേഹത്തെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണം. അത്ഭുതത്തോടെ വീണ്ടും നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ അന്വേഷിക്കുന്നത് ഉമർ ബിനുൽ ഖത്താബിനെയാണോ? അന്ന് മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും ലബനാനും അടക്കം പരന്നു കിടക്കുന്ന 21 രാജ്യങ്ങളെ, ഇന്നത്തെ 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച അന്നത്തെ അൾട്ടിമേറ്റ് ഭരണാധികാരിയായിരുന്നു സയ്യിദുന ഉമർ. ആ ഉമറിനെ കാണാൻ ആ റോമക്കാര് വന്നതും, ആ ക്രിസ്തീയ റോമക്കാർ മദീനയിലെ തെരുവ് മൊത്തം അരിച്ചു പെറുക്കിയിട്ടും ഒരു കുടിലല്ലാത്ത മറ്റൊരു കുടിൽ കാണുന്നില്ല. മദീന തെരുവിൽ വന്ന് ചന്തയിൽ കച്ചവടം നടത്തുന്ന സഹാബക്കളോട് ചോദിച്ചു, അല്ല, നിങ്ങളെ നേതാവ് ഉമർ എവിടെ? ഉമറിന്റെ കൊട്ടാരം എവിടെ? ഈ ഉമറിന്റെ കൊട്ടാരമൊന്ന് ഞങ്ങൾക്ക് കാണണം. ആ തെരുവിൽ കിടക്കുന്ന ഒരു സ്വഹാബി ദൂരത്തേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഈത്തപ്പനയുടെ താഴെ അല്പം ഉണങ്ങി വീണ ഒരു ഈത്തപ്പന ഓലയിൽ വേർപ്പിൽ കുളിച്ച് ഒരു തോർത്തുമുണ്ടും ഒരു ചെറിയ ഷർട്ട് കുപ്പായം നീള ജുബ്ബയും ധരിച്ച് അങ്ങൊട്ടിക്കിടക്കുന്ന വേർപ്പിൽ കുളിച്ച് കിടക്കുന്ന ഒരു സാധു മനുഷ്യനെ, ആ മനുഷ്യന്റെ അരികിൽ ചെന്ന് അദ്ദേഹം വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, സയ്യിദുന, അങ്ങയെ കാണാൻ റോമയിൽ നിന്നും വന്നവരാ. അത്ഭുതത്തോടെ കണ്ണം പരന്ന് നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, ഉമർ, താങ്കൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നു? താങ്കളുടെ രാജ്യത്തിന്റെ ഒരംശം പോലുമില്ലാത്ത റോമൻ ചക്രവർത്തിമാർ കൊട്ടാരത്തിൽ താമസിക്കുകയും ഉടയാടുകൾ പട്ടിന്റേതാക്കുകയും സ്വർണ്ണക്കരണ്ടിയിൽ കോരിത്തുന്നുകയും ചെയ്യുമ്പോ എങ്ങനെ ഉമറെ താങ്കൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുന്നു? ഉമർ ബിൻ ഖത്താബ് തന്റെ നീണ്ട താടിയൊന്ന് ഒഴിഞ്ഞിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്. നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് മരിക്കാൻ വേണ്ടിയാ. നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ടല്ല, മരിക്കാൻ വേണ്ടിയാ. മരിച്ചാലേ സ്വർഗം കിട്ടൂ, മരിച്ചാലേ നരകവും കിട്ടൂ, മരിച്ചാലേ പടച്ചോന്റെ അടുത്തേക്ക് പോകാനും പറ്റും. അത് പോന്നുള്ളത് ഉറപ്പാണെങ്കിൽ കാത്തിരിക്കുന്ന ആ ആഹാരത്തിന് വേണ്ടി ജീവിക്കാതെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവനാണെങ്കിൽ ഓന്റെ ജീവിതത്തിൽ പടച്ചോൻ ഒരു മാറ്റവും വരുത്തൂല. കാരണം ദുനിയാവിനെ അവൻ സ്നേഹിച്ചു തുടങ്ങുന്നതോടെ അവന്റെ എല്ലാ രംഗത്തുള്ള ബർക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തും. നാണം മറയണം എന്റെ വസ്ത്രം എന്ന് ചിന്തിക്കുകയും അതെന്റെ റബ്ബിന് ഇഷ്ടപ്പെടുകയും ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടുമ്പോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. അത് പെണ്ണിൻ്റെതാവാം, പെണ്ണാണിൻ്റെതാവാം, അത് വെറൈറ്റി ആവാം, നാട്ടുകാരുടെ ഇടയിൽ ഈഗോ കാണിക്കാനാവാം. ആ ചിന്ത വരുന്നതോടെ വസ്ത്രത്തിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ എല്ലാ ബർക്കത്തും പടച്ചോൻ നഷ്ടപ്പെടുത്തി കളയും. നാലാമതായി, ചെയ്യുന്ന തെറ്റുകൾ നിസ്സാരമായിട്ട് കാണുക. ഏത് വലിയ തെറ്റ് ചെയ്താലും അത് ചെറുതായിട്ട് തോന്നുക.
ആ ചെറിയ തെറ്റാണല്ലോ എന്ന മനോഭാവത്തോടുകൂടി അത് ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ചിന്തിക്കുക, ന്യായീകരിക്കുക, ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദീനിനെ നമ്മളെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനസ്സ്, ആ മനസ്സുണ്ടെങ്കിലും പടച്ചോന്റെ ഉപദേശം നമുക്ക് ഉപകാരപ്പെടുകയില്ല. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധൂർത്ത് വലിയ പാപമായിട്ട് ആർക്കും തോന്നുന്നില്ല. ഓരോരുത്തരുടെ പണം ഓർക്കിഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാ നമ്മൾ ന്യായീകരിക്കാറുള്ളത്. അതോടൊപ്പം ആഡംബരം, അതിനേക്കാളേറെ പൊങ്ങച്ചം, അതോടൊപ്പം തന്നെ മാമൂലുകള്, ആചാരങ്ങള്, ഇത് ചെയ്യുമ്പം തെറ്റാന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? എല്ലാരും പറയലെന്താ, അതൊരു നാട്ടുമാമൂല, അത് ഞങ്ങളെ ഒരു മാമൂല, അതന്നെ നടക്കട്ടെ. അതിന്റെ പേരിൽ വരുത്തി വെക്കുന്ന ഫിത്നകൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ഏറെ ദുരിതപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സാന്ദർഭികമായി ചിന്തിച്ചു നോക്കൂ. വിവാഹത്തിന്റെ രംഗത്ത് കാണിച്ചു കൂട്ടുന്ന ധൂർത്ത് അപകടകരമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാ. റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ഒട്ടകപ്പുറത്തും ആനപ്പുറത്തും കരിമരുന്നും അതല്ലെങ്കിൽ സൈലൻസറിന്റെ ശബ്ദം കൊണ്ടും നാട്ടുകാരെ ദ്രോഹിക്കല് മാത്രമല്ല, പിന്നിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ആ ആഘോഷം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ അവസാനിക്കാറുണ്ടോ? അത് തെറ്റാണെന്നാർക്കെങ്കിലും തോന്നാറുണ്ടോ? അതിനേക്കാളേറെ വിവാഹത്തിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങി വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ, 50,000 വാടക കുറപ്പിച്ച് 15,000 വാട്സിന്റെ കേബിനും വെച്ച് ആണും പെണ്ണും കുത്തയിഞ്ഞ ഗാനമേളകൾ, വല്യന്മാരും വല്യപ്പാരും റീൽസ് കൊടുങ്ങണം, അത് സ്റ്റാറ്റസ് വെക്കണം. അവിടെയും അവസാനിക്കാറില്ല. എല്ലാം പവറിനും പത്രാസിനും വേണ്ടി ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഒരു 15,000 വാട്സിലോ 10,000 വാട്സിലോ ഇനി വാട്സിന്റെ കണക്കുകൾ നോക്കണ്ട, എല്ലാരും കൂടി കസിൻസും ആങ്ങളമാരും പെങ്ങന്മാരും ഉമ്മായിമാരും കൂട്ടിയിരുന്നു തുള്ളുമ്പോ പലരും അതിനെ ന്യായീകരിക്കൽ എന്താ, അതിന്റെ കസിൻസ് അല്ലേ, അത് കാരണവരെ പെണ്ണുങ്ങളല്ലേ, ഇത് അമ്മായിന്റെ മോളല്ലേ എന്ന്. ഇസ്ലാം പഠിപ്പിച്ചതെന്താ? ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, ചില സൂക്ഷ്മതകളുണ്ട്. മറ്റു ചിലർ പറയും ഓല പൈസ ഓൾക്ക് വേണ്ട രീതിയിൽ ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണെന്റെ മുഖത്താ, എനിക്കിഷ്ടമുള്ളത് കാണാൻ അവകാശമില്ല. എന്റെ വായന്റെ നാവിനുള്ളിലാ, ഈ നാവ് കൊണ്ട് എനിക്കിഷ്ടമുള്ളത് സംസാരിക്കാൻ എനിക്ക് റബ്ബ് അവകാശം തന്നിട്ടില്ല. എന്റെ ചെവി പോലും റബ്ബ് പറഞ്ഞു ചിലത് നീ കേൾക്കരുത്. എന്റെ ചിന്ത പോലും റബ്ബ് പറഞ്ഞു നിന്റെ കൽബ് കൊണ്ട് നീ ചിലത് ചിന്തിക്കരുത്, അതിര് കടന്ന് നീ പോകരുത്. അതിനർത്ഥം പൈസ പടച്ചോൻ തന്നതാണെങ്കിലും നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം എന്നല്ല. അള്ളാന്റെ ബർക്കത്ത് ആർക്കും വേണ്ട എന്നുള്ളത് കൊണ്ടാ. പടച്ചോന്റെ ബർക്കത്ത് വേണോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാകണം. ഇനി രക്ഷിതാക്കളും മക്കളും ആങ്ങളമാരും ഇനി കൂട്ടിക്കൊണ്ടുവരുന്ന കുടുംബക്കാരൊന്ന് ചിന്തിച്ചു നോക്കൂ. കല്യാണത്തലേന്ന് ഈ കാണിച്ചു കൂട്ടുന്ന ആണും പെണ്ണും ഇടകലർന്ന കോപ്രായങ്ങളിൽ പടച്ചോന്റെ ബർക്കത്തുണ്ടാകോ? സംഘടിപ്പിക്കുന്ന വാപ്പാരുമാരും ചിന്തിച്ചു നോക്കി, അള്ളാന്റെ ബർക്കത്തുണ്ടാകോ? ഇല്ലെന്നുറപ്പാണെങ്കിൽ വരേണ്ടത് നാട്ടുകാരുടെ പത്രാസും പവറും മാത്രമാണെങ്കിൽ പടച്ചോൻ വരൂല, അള്ളാന്റെ ബർക്കത്തുണ്ടാവൂല. പടച്ചോൻ ഉള്ളിടത്തെ അള്ളാന്റെ ബർക്കത്തിറങ്ങൂ. പക്ഷെ ഇതും ചിന്തിക്കുമ്പോ ആൾക്കാർ പറയും അതുപ്പാരാ ചെയ്യാത്തത്, ചെയ്യുന്ന തെറ്റിനെ ചെറുതായിട്ട് കാണാ, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. അങ്ങനെ ചെയ്യുന്ന തെറ്റുകളോടൊരു മൃദു സമീപനമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഉപദേശം നമ്മളെ മനസ്സ് കീഴടക്കില്ല. മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ഉപദേശങ്ങൾ ഉപകാരപ്പെടാതിരിക്കുന്ന 4 ലക്ഷണങ്ങളാ നബി തങ്ങൾ പഠിപ്പിച്ച്. 1, പാപങ്ങൾ നിരന്തരം ചെയ്യുക. അറിഞ്ഞോണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ചെയ്താൽ നിങ്ങൾ ഏത് വയലിന് പോയാലും എത്ര പ്രസംഗം കേട്ടാലും ഒരു ചെവിയിലൂടെ കേട്ട് തരക്കേടില്ല, മോശല്ല എന്ന് പറഞ്ഞൊഴിവാക്കുകയല്ലാതെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയില്ല. 2ാമത്തത് ഖുർആനിനെ അകറ്റുക. 3ാമത്തത് മനുഷ്യന്റെ ജീവിതത്തിൽ ആർത്തിയുള്ള ദുനിയാവുകാരനാവുക. 4ാമത്തേത് ചെയ്തത് തെറ്റാണെങ്കിലും ചെറുതാണെങ്കിലും ആ ചെറുതങ്ങൾ ചെയ്തോട്ടെ എന്നൊരു മനോഭാവമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് യാതൊരു മാറ്റവും നമുക്ക് പടച്ചോൻ തരൂല. ഒരു മനുഷ്യന് കിട്ടുന്ന ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? ഏറ്റവും കഠിനമായ പരീക്ഷണം അത് സൂക്കേടല്ല മനുഷ്യരെ. സൂക്കേട് തന്നാലും പടച്ചോൻ പറയുന്നുണ്ട് ആ സൂക്കേടിന്റെ വേദനക്കനുസരിച്ച് നിങ്ങളെ പാപം ഞാൻ പൊറുക്കുന്നുണ്ട് എന്ന്. കടബാധ്യത തന്നോടോട് റബ്ബ് പറയുന്നുണ്ട്. ആ കടം വീട്ടുന്നത് വരെ എന്റെ മനസ്സ് വേദനിക്കുന്നതിന് പടച്ചോൻ എന്നെ സഹായിക്കുന്നുണ്ട്. പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? കേൾക്കുന്ന സത്യം ജീവിതത്തിലും മനസ്സിലും സ്വീകരിക്കാൻ പറ്റാതിരിക്കുക, അത് കേട്ടിട്ട് വെറുതെ അങ്ങ് പോവുക. അത് റബ്ബിന്റെ പരീക്ഷണ. അത് നമുക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ പടച്ചവനോട് പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നിന്റെ മനസ്സിനെങ്ങി മാറ്റിത്തരണം റബ്ബേ. നിന്നിലേക്ക് ചേരുന്ന, നിന്റെ വാക്കുപകാരപ്പെടുന്ന, കേൾക്കുന്നത് ഗുണപ്പെടുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയാക്കി തരണേന്ന് നിരന്തരം പ്രാർത്ഥിച്ച പടച്ചോൻ നമുക്ക് അതിനുള്ള അവസരം തരും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മളും മക്കളും സമൂഹവും ഒക്കെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിവ് നേടുക, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിട്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. തലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തായ പെണ്ണിന്റെയും ബാധ്യതയാണ്. ഈ സമൂഹത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുത്, അവർ വിദ്യാഭ്യാസം നേടിയാൽ മറ്റുള്ള ആളുകൾക്ക് കത്തയക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു കാലഘട്ടം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി വരികയും വിദ്യാലയങ്ങൾ സൗഹൃദമാക്കപ്പെടുകയും ആൺ പെൺ വ്യത്യാസമില്ലാത്ത നിലയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടൊരു ചിന്ത ലിബറൽ ചിന്തകളും ജനറൽ ന്യൂട്രാലിറ്റി ചിന്തകളുമായിരുന്നു. അതിൽ നിന്നും ഈ സമൂഹത്തെ ഇനി പിന്നിലേക്ക് അഥവാ ആ ദുഷിച്ച ചിന്തകളിൽ നിന്ന് മുന്നിലേക്ക് നയിക്കാൻ അതീവ ഗൗരവത്തോടുകൂടി രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് കൺമുൻപിൽ. പരസ്പരം തോളോട് തോൾ ചേർന്നിരിക്കലും മടിയിലിരിക്കലും വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞെന്ത് കുത്തഴിഞ്ഞ ലിബറൽ മനോഭാവത്തിലേക്ക് പോകലുമൊക്കെ അലാലാക്കപ്പെട്ടിരുന്ന, അനുവദിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി അള്ളാഹുവിന്റെ ദീനിനെയും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തെയും ഹൃദയത്തിലേറ്റുന്ന ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നാളെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നവന് തന്റെ കത്തിയൊന്ന് നേരെ പിടിക്കണമെങ്കിൽ അല്പം സേവിക്കേണ്ടി വരും, ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തേണ്ടി വരും. പണത്തിന് വേണ്ടി മാത്രം വിദ്യാഭ്യാസം കാണുകയും പണം കൊണ്ട് വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന ഒരു വലിയ കാലഘട്ടം നമ്മളെ കൺമുൻപിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കളെ, മക്കൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട ദീനീ ചിട്ടയോടെ മക്കളെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിനെന്തു വേണം? പുതിയ കലാലയങ്ങളും അധ്യാപകങ്ങളും കാണുമ്പോൾ ആ മക്കളിലേക്ക് ചേർന്ന് നിന്ന് അവരുടെ വിഷയങ്ങൾ അറിയാൻ, അവരുടെ അധ്യാപകരെ അറിയാൻ, അവരെന്തു പഠിക്കുന്നു എന്നറിയാൻ, പഠിച്ച കാര്യം അവർ ജീവിതത്തിൽ എങ്ങനെ പകർത്തുന്നു എന്നറിയാൻ അല്പസമയം നമുക്ക് നീക്കിവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സമ്പാദിച്ചു കൊടുക്കുന്ന പണത്തിന്റെ പേരിൽ മാത്രം പടച്ചോനൊരു മക്കളെ നന്നാക്കൂല. ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളെ, രക്ഷപ്പെടുത്തുന്ന മാതാപിതാക്കളെ, അതുകൊണ്ട് ആ രക്ഷിതാവ് എന്ന ഒരു പേര് പോലും മാതാപിതാക്കൾക്ക് ഈ ലോകത്ത് കിട്ടാനുള്ള കാരണം മദ്രസ വിദ്യാഭ്യാസം എടുക്കപ്പെടുകയും 7:45 എനിക്ക് സ്കൂളത്തെ ബസ് വരുന്നതുകൊണ്ട് മദ്രസ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുകയും അവസാനം വീക്കെൻഡ് മദ്രസയ്ക്ക് വേണ്ടി കാത്തുനിന്നപ്പം ശനിയും ഞായറും കുടുംബത്ത് കല്യാണം ഉണ്ടാകുകയും ചെയ്തപ്പോ അലിഫും ബാവും തിരിയാണ്ട് ഒരു പേജ് എഴുതാൻ അറിയാത്ത MBBS കാരനും MTech ഒക്കെ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. താൻ നേടുന്ന വിദ്യാഭ്യാസത്തിന്റെ അപ്പുറം ഒരു മാനുഷിക പരിഗണനയുണ്ടെന്നും മനുഷ്യത്വമുണ്ടെന്നും ഞാൻ വെക്കുന്ന ഓരോ ശരീരത്തിലെ കത്തികൾക്കുള്ളിലും ഒരു വേദനിക്കുന്ന ഹൃദയമുണ്ടെന്നും ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാലത്തിന്റെ പിന്നിലും ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു തൂണുണ്ടാകണമെന്നും ചിന്തിക്കുന്ന മതബോധമില്ലെങ്കിൽ മക്കൾക്ക് ദുനിയാവിൽ എവിടെ കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുത്താലും ചതിയാ നിങ്ങൾ ആ മക്കളോട് ചെയ്യുന്നത്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം അത് മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മുതിർന്ന മക്കളെ പറ്റിയും ചിലർ പറയാറുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ നല്ല A+ കിട്ടി, പക്ഷേ പിന്നെയാവും പിടുത്തം വിട്ടത് എന്ന്. ഇന്ന് പല മക്കളും വെള്ളിയാഴ്ചയിലെ ജുമുഅയിൽ പോലും പങ്കെടുക്കുന്നില്ല. സ്വന്തം മകനാവ് ജുമുഅക്ക് പങ്കെടുത്തിട്ടുണ്ടോ? ഏത് പള്ളിയിൽ അന്നത്തെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിക്കാൻ പോലും രക്ഷിതാക്കൾക്ക് നേരല്ല. 11:50 അല്ലെങ്കിൽ 12:55 വന്ന 1 മണിന്റെ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്ന് ബോധ്യപ്പെടുത്തുന്ന മക്കൾ, അതിനേക്കാൾ ഏറെ തിന്നാൻ വേണ്ടി മാത്രം എവിടെങ്കിലും ക്യൂ നിന്ന് അത് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് കിട്ടുന്നതായതുകൊണ്ട് ജുമുഅക്ക് പോയാൽ കിട്ടാത്തത് കൊണ്ട് ജുമുഅക്ക് മുൻപേ ഞങ്ങൾ അങ്ങ് ഇറങ്ങി എന്നൊക്കെ പറയുന്നൊരു മനോഭാവത്തിലേക്ക് എല്ലാ മക്കളും അല്ലട്ടോ, നല്ല മക്കളുണ്ട്. വാപ്പനെ ഇമ്മനെ അനുസരിക്കുകയും പൊതുബോധത്തോടു കൂടി ജീവിക്കുകയും ദീനിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളും ഉണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മക്കൾ എന്താ കേട്ട് അവര് വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരുന്നോ, ഇക്കഴിഞ്ഞോന്റെ +2 2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒരു 20 ജുമുഅക്കെങ്കിലും പങ്കെടുത്തിരുന്നോ, ഓനാ ക്യാമ്പസ് നിന്ന് പള്ളിക്ക് പോകലുണ്ടോ
ഇന്ന് അതല്ല ആളുകൾക്ക് വേണ്ടി. എന്തിനും അനുവാദം കൊടുക്കുന്ന ക്യാമ്പസാണെ അത് ഉണ്ടായിക്കോട്ടെ. അത് ഫെയർവെല്ലിന് തുള്ളാനാണെങ്കിൽ അങ്ങനെ, കുടിക്കാനാണെങ്കിൽ അങ്ങനെ, കുത്തിവെക്കാനാണെങ്കിൽ അങ്ങനെ, ആണുപെണ്ണ് ഇടകലർന്നിട്ട് ആഘോഷരാവുകൾ സംഘടിപ്പിക്കാനാണെങ്കിൽ അവിടെ എന്തും നടക്കും, അവിടെ അഡ്മിഷൻ കിട്ടണം എന്ന മനോഭാവത്തിൽ നിന്ന് അവനാന്റെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും, അതും കൂടി ശ്രദ്ധിക്കേണ്ടി, സമൂഹത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഒരു ഭരണകൂടം ഈ സമൂഹത്തിന്റെ ലഹരിയെ തുടച്ചു മാറ്റാൻ വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോ എല്ലാ സൗകര്യങ്ങളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും നമുക്കതിന് പിന്തുണയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അപകടകരമായൊരു മാനുഷികാവസ്ഥയിലേക്ക് ഈ നാടെത്തും. റോട്ടിന്റെ വക്കിലിരുന്ന് കുടിച്ച് കൂത്താടുന്നവനോട് ഒന്നതിലെ പോട്ടെ, ഞങ്ങള് എന്റെ പെണ്ണുങ്ങൾ നിങ്ങൾ കമന്റ് അടിക്കല്ലേ, എന്റെ പെൺകുട്ടികൾ നിങ്ങൾ പിടിച്ചു പറിക്കല്ലേ എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളെ നാട്ടിൽ യൂറോപ്യൻ രാജ്യക്കാർ അനുഭവിച്ച വേദന അനുഭവിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയോടെ നമ്മൾ നമ്മളെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും പറ്റി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. രോഗം കൊണ്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. എല്ലാ അസുഖവും നീ എളുപ്പത്തിൽ ശിഫയാക്കി നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം കാരണം അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ, പേരെടുത്ത് പറയുന്നില്ല നാഥ. എല്ലാവരുടെയും പ്രയാസം നീ എളുപ്പം ശിഫയാക്കി നൽകുകയും ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, ഏറെ പ്രിയപ്പെട്ട എനിക്കറിയാവുന്ന ആയിഷുമ്മയടക്കം നാഥ, നിന്റെ അരികിലേക്ക് മടങ്ങിയവരാ. ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. ഹറാമായ ലോണ് പോലെയിൽ അബദ്ധം കൊണ്ട് ചാടിപ്പോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും ആ വിദ്യാഭ്യാസം ദുനിയാവിലും ആഖിറത്തിലും ഉപയോഗിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാവാനും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.